കൃതയുഗം ആദ്യത്തെ യുഗം, സത്യയുഗം എന്നാണ് അതിന്റെ പേര്. 17,28,000 കൊല്ലം. രാമൻ 17,28,000 കൊല്ലം. രാമൻ ജീവിച്ചിരുന്ന ത്രേതായുഗം 12,96,000 കൊല്ലം. കൃഷ്ണൻ ജീവിച്ചിരുന്ന ദ്വാപരയുഗം 8,64,000 കൊല്ലം. നമ്മൾ ഇരിക്കുന്ന കലിയുഗത്തിൽ 5103 ആണ്ട് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കണക്കൊന്നുമല്ല, സമയം വാച്ച് നോക്കിയിട്ട് കലിയുഗത്തിൽ ഇന്ന മാസം ഇത്രാം തീയതി എന്ന് ഇപ്പൊ നിശ്ചയിക്കാം. അതിന് തക്കവണ്ണമുള്ള കണക്കുണ്ട്. പിന്നെ മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഇപ്പോ സാഹിബ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് കൂടുതൽ. നിമിഷം. ഈ നിമിഷത്തിനെ 40,000 ഭാഗിച്ചാൽ ആ 40,000 ഒരു പങ്കിന്റെ പേര് ആ സമയത്തിന് കൊടുത്താൽ, ഈ ഒരു നിമിഷത്തെ 40,000 ഭാഗിച്ചാൽ ആ 40,000 ഒന്നിന്റെ പേര് ദണുകം, രണ്ടെണ്ണത്തിന്റെ പേര് കൂടിച്ചേരുമ്പോ ത്രണുകം. ഇങ്ങനെ ശബ്ദചലനങ്ങളെ ഒരു ചെറിയ നിമിഷത്തെ പോലും 40,000 ഭാഗിച്ചാൽ കിട്ടുന്നിടം തൊട്ട് മനസ്സിന്റെ ചലനം എവിടെ തുടങ്ങുന്നു എന്ന്, എത്ര സൂക്ഷ്മദശയിൽ തുടങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ആ മനുഷ്യന്റെ മാനസിക ചലനങ്ങളെ വലുതാക്കി കൊണ്ടുവന്ന് പറഞ്ഞ കൃതയുഗം വരെ. ഇപ്പൊ അതും കൊണ്ടും തീർന്നില്ല. ഇത്രയും യുഗങ്ങൾ എഴുതി വച്ചാൽ ഇതേപോലെയുള്ള 1000 യുഗങ്ങൾ, 1000 ചതുർയുഗങ്ങൾ. ഈ ചതുർയുഗങ്ങളെ നീ ഇപ്പൊ എഴുതിയതൊന്ന് കൂട്ടി നോക്ക്. 43,20,000 കൊല്ലം വരും. 43,20,000 കൊല്ലം ഒരു ചതുർയുഗം. ഈ 43,20,000 ഗുണം 1000 എന്നുള്ള ഒരു സംഖ്യ എടുത്താൽ ബ്രഹ്മാവിന്റെ ഒരു പകലാണത്. നമുക്ക് ബ്രഹ്മാവുണ്ടോ? ഉണ്ട്. പക്ഷെ കപ്പലണ്ടി കച്ചവടം അല്ല അങ്ങേർക്ക് തൊഴില്. അതുകൊണ്ട് ഈ ബ്രഹ്മാവിന് 1000 ചതുർയുഗങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട അർത്ഥം എവിടെയോ ഒരു ബ്രഹ്മാവ് ഇരിക്കുന്നു, അങ്ങേര് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നു എന്നല്ല. മറിച്ച് 43,20,000 ഗുണം 1000 കൊല്ലം കഴിയുമ്പോ ഈ ലോകത്ത് സൃഷ്ടി നടന്നത് നിലനിൽക്കുന്ന സമയം വരെ ഉള്ളതാണ് ഈ അളവ്. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് എന്ന് പറയാൻ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപാധി എടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയാത്തതിനെ ശാസ്ത്രരൂപേണ അവതരിപ്പിക്കാൻ കൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇല്ലാത്തത് കൊണ്ടല്ല, അതിനും കൂടിയാണ്. അപ്പോൾ ഒരു ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറഞ്ഞാൽ സൃഷ്ടി തുടങ്ങി പിന്നീട് പ്രളയത്തിലെത്തി സൃഷ്ടികളെല്ലാം അവസാനിക്കുന്നത് വരെ ഉള്ള സമയത്തിന്റെ പേര് വൃത്തികൽപ്പം. വൃത്തികൽപ്പം എന്ന് പറഞ്ഞാൽ 43,20,000 ഗുണം 1000. അപ്പൊ ഇത്രയും കൊല്ലങ്ങൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് നിലനിൽക്കുന്നു എന്ന് പഠിക്കണം. അപ്പൊ നമ്മുടെ ഈശ്വരന്മാരുടെ പേര് പഠിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രവും കൂടെ പഠിക്കണം. അങ്ങനെ പ്രപഞ്ചം ഉണ്ടായിട്ട് ഇത്രയും കൊല്ലം ആയി എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് വൃത്തികൽപ്പം കഴിഞ്ഞാൽ ക്ഷയകൽപ്പം എന്ന് വെച്ചാൽ ക്ഷയം നശിക്കുന്നത്. അങ്ങനെ ക്ഷയകൽപ്പം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ രാത്രി പകലും രാത്രിയും തുല്യമാണല്ലോ. അപ്പോ വീണ്ടും 43,20,000 ഗുണം 1000 വരുമ്പോ ക്ഷയകൽപ്പം എന്നതിന് പേര്. അപ്പോൾ എല്ലാം ലയിച്ചടങ്ങുന്നു, സൃഷ്ടിയില്ല, പിന്നെ ലോകമില്ല. അങ്ങനെ ഒരു ബ്രഹ്മാവിന്റെ ക്ഷയകൽപ്പവും വൃത്തികൽപ്പവും കൂടിച്ചേർന്നതിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാലയളവ്. ഇങ്ങനെയുള്ള, അതായത് 43,20,000 ഗുണം 2000, നേരത്തെ 1000 ഇപ്പോഴത്തെ 1000 ഗുണം 2000 എടുത്താൽ അതിന്റെ പേര് ബ്രഹ്മാവിന്റെ ഒരു ദിവസം, ഒരു രാപ്പകൽ എന്നാണല്ലോ കൽപ്പം. അതേപോലെ ഗുണം 360, അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ 360 ദിവസം എടുത്താൽ അതിന് ബ്രഹ്മാവിനൊരു വയസ്സ്. അപ്പൊ ബ്രഹ്മാവിന് ഒരു വയസ്സാകുമ്പോ മനുഷ്യരായിരിക്കുന്ന നമുക്ക് എത്ര കൊല്ലം കഴിയണം, എത്ര കൊല്ലം പാസ് ചെയ്യണം? അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു മരത്തിന് എത്ര കാലം കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു വയസ്സിന്റെ കാലഘട്ടം എത്താൻ കഴിയും? നമുക്കാണെങ്കിൽ 43,20,000 ഗുണം, ഇത് മനുഷ്യായുസിന്റെ ആണ്ടുകളാണ്. 43,20,000 ഗുണം 360 ഗുണം 100 എന്നെഴുതിയാൽ ബ്രഹ്മാവ് നശിക്കുന്നു. ബ്രഹ്മാവ് നശിക്കും. ബ്രഹ്മാവിന് സ്ഥിരമായ ഒരു നിലനിൽപ്പില്ല. 7 ബ്രഹ്മാക്കളുണ്ട് നമുക്ക്. ഈ 7 ബ്രഹ്മാക്കൾ എന്തിനു വച്ചു? അതല വിതല സുതല രസാതല മഹാതല തലാതല പാതാളം 7.
അതേപോലെ ഭൂർഭുവസ്സുവ, ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം 7. ഇങ്ങനെ അമ്മമാരാണ് ഇടുന്ന 14 ലോകം. ഇങ്ങനെ 7 എന്ന് വിഭജിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിലെ 7 ഘട്ടങ്ങളെ 7 ബ്രഹ്മാക്കളുടെ കാലം കൊണ്ട് കാണിക്കുന്നു. അപ്പോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമത്തെ എല്ലാം ഇത്രയേറെ ശാസ്ത്രീയമായി ഇതിനെ 40,000 ഭാഗിച്ചാൽ ഉണ്ടാകുന്ന ചലനത്തെ മാനസികമായ വൃത്തിയിൽ ആ ചലനം എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ഇത്രയും വലിയ ഒരു കൽപ്പകാലം സൃഷ്ടിച്ചിട്ട് അതേപോലെയുള്ള 100 കൽപ്പങ്ങൾ ചേരുമ്പോൾ ഒരു മഹാകൽപ്പം എന്ന് ഈ പറയുന്ന 43,20,000 ഗുണം 2,000 ഗുണം 360, ഇതിന് പേര് കൽപ്പം. ആ 360 ഗുണം 100 മഹാകൽപ്പം ബ്രഹ്മാവ് നശിക്കുന്നു. ഈ ബ്രഹ്മാവിന്റെ ആകെക്കൂടെയുള്ള കാലയളവാണ് വിഷ്ണുവിന്റെ ഒരു ദിവസം. ഇനി അങ്ങോട്ട് കടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ കാലയളവുകളെ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം ഏത് സൂക്ഷ്മ ചലനത്തിൽ നിന്നുണ്ടായി എന്ന് ഇന്ന് ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളതിൽ 17,28,000 12,00,000 ഈ പറഞ്ഞ 96,000 കൊല്ലമുള്ള രാമന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അന്നുണ്ടായ നമ്മുടെ ഈ സിലോണും അല്ലെങ്കിൽ ലങ്കയും രാമേശ്വരവുമായിട്ടൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലം കെട്ടിയാണ് ലങ്കയിലേക്ക് പോയതെന്ന് പറഞ്ഞപ്പോ അത് കെട്ടുകഥയായിപ്പോയി എങ്കിൽ അമേരിക്കയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ നാസ, നിങ്ങൾക്ക് കാണാം, അടിയില് ഒരു രേഖ കാണാം. ഇത് അമേരിക്ക കണ്ടുപിടിച്ചതാണ്. ഇപ്പൊ 1 മാസം മുമ്പ് ഇതിന് ആഡംസ് ബ്രിഡ്ജ് എന്ന് പേര് കൊടുത്തു. അതുകൊണ്ട് ലങ്കയിലുള്ളവർ തീരുമാനിച്ചു ആ പാലം വീണ്ടും കെട്ടണമെന്ന്, രാമന്റെ സ്മരണയ്ക്ക്. രാമൻ ഇല്ല പോലും. ആ രാമന്റെ കാലഘട്ടത്തിൽ ഇതിൽ എഴുതിയിരിക്കുന്നു, ലങ്കയിൽ ഇങ്ങനെ രാമായണ കാലഘട്ടം എന്നുള്ള ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ, ഒരു സുപ്രീം മാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു അതീത മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ഈ പാലം, അല്ലെങ്കിൽ അതിന് വേറെ ചരിത്രമില്ല, ഇത് മനുഷ്യനിർമ്മിതമാണ്, ഇങ്ങനെ വളവ് കാണുന്നത് കൊണ്ട് ഇത് യന്ത്രനിർമ്മിതമല്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടും നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് വയറ്റിളക്കം തീർന്നിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ കഷ്ടം. അമേരിക്ക സമ്മതിക്കുന്നു, പക്ഷേ നമ്മുടെ ഈ അണ്ണന്മാർക്ക് ഇതാണ് ഗതികേട്.